യെസ്, പറയൂ, ആരാണ്? ഹലോ, പറഞ്ഞോളൂ, ആരാണ്? ഭീമാപള്ളി അരുൺ. പറഞ്ഞോ. മനസ്സിലായി. ഭീമാപള്ളി പിന്നെ ഏതായാലും കണ്ണൂരല്ലോ, അത് നമുക്കറിയാം. ഓക്കെ. അപ്പൊ എന്തായാലും എന്നൊരു ഫ്രണ്ടിനെ വിളിക്കണമെന്നുണ്ടായിരുന്നു, അവൻ വിളിച്ചില്ല. ഇപ്പൊ ഞാൻ ഈ പരിപാടി ഉണ്ട്, അപ്പം അങ്ങനെ വിളിച്ചായിരുന്നു. പരിപാടിയിൽ വിളിച്ചിട്ടേ പുള്ളി ഭയങ്കര എന്താണ് പരിപാടിയിൽ വിളിച്ചിട്ടേ കാര്യമുള്ളൂ, വെറുതെ വിളിച്ചാൽ കിട്ടില്ല. അതാണ്. ഈ പണ്ട് ഞങ്ങളുടെ ഫ്രണ്ട് ഉണ്ടായിരുന്നു ഒരാള്, അജ്മൽ. അയാള് ഈ പണ്ട് ഈ നമ്മുടെ താടി മാത്രമാക്കി മീശയില്ലാതെ ഒരു പയ്യനായിരുന്നു. നമ്മള് കളിയായിരുന്നു. അപ്പൊ മീശ വന്നോ? അല്ല, ഇപ്പൊ ഞങ്ങൾ ഒരിക്കൽ ആരും ട്രിപ്പിൾ സെറ്റ് വണ്ടി പോയല്ലേ, ഞങ്ങൾ ട്രിപ്പിൾ സെറ്റ് ഒരിക്കൽ പോയപ്പോഴത്തേക്ക് ഇങ്ങനെ നിങ്ങളുടെ ഒരു പാട്ടുണ്ടല്ലോ ഈ മറ്റേ ഈ വീഡിയോ എല്ലാം തുടങ്ങുമ്പോ ഒരു പാട്ട് നിങ്ങൾ ഇടത്തില്ലേ, അതും പാടിക്കൊണ്ട് പോകുന്നു പുള്ളിയോ? നമ്മൾ പുള്ളി കേട്ടു പോകുന്നു. അടിപൊളി. അല്ല, നേരത്തെ എവിടെയോ ഒറ്റ പൈസ കൊണ്ടല്ല വണ്ടി അവിടെ നമ്മൾ ചോദിച്ചു എങ്ങനെയാണെന്ന്. അത് നമ്മളെല്ലാം കാണണമല്ലോ, നമ്മളെല്ലാം ഇതാവണമല്ലോ എന്നൊക്കെ പറയും. അപ്പൊ ഞങ്ങൾക്ക് പണ്ട് ഇതൊക്കെ വിട്ട് നമ്മളെ വീഡിയോ ഒക്കെ കാണുന്നുണ്ട്, സംഖ്യകള് മാത്രല്ല. അല്ല, ഇത് മുസ്ലിം അല്ല കാര്യം. മുസ്ലിം നമുക്ക് അറിയാലോ, എന്തൊരു മാതിരി താടി മാത്രം വളർത്തി നീക്കി നമ്മൾ കണ്ടു കഴിഞ്ഞാൽ ഒരു അൽക്കോ ചെയ്ത ഒരു ലുക്കുള്ള ഒരാളുണ്ട്. മുസ്ലിം ആണല്ലോ, അത് കൂടിയ മുസ്ലിം ആണല്ലോ, അസൽ മുസ്ലിം. അങ്ങനെയാണല്ലേ അതിന്റെ. അപ്പൊ അങ്ങനെയാണ്. അപ്പൊ എവിടെ സംസാരിച്ചപ്പോഴത്തേക്ക് നമുക്ക് കുഴപ്പമില്ലത്. അപ്പൊ നിങ്ങളുടെ ഈ ഒരു റേഞ്ച് ഓഫ് മേഘാലയ അതാ പറഞ്ഞത്. നമ്മളിപ്പോ ഈ ഉറൂസ് വരുന്നുണ്ട് ഡിസംബറില. അപ്പൊ ഈ പാട്ടും വേളമുണ്ട്. അപ്പൊ ഇതിന്റെ ഇടയിൽ ഈ പാട്ടിട്ട് കഴിഞ്ഞാൽ വല്ല പ്രശ്നം വരുമെന്ന് ചോദിക്കാൻ വേണ്ടിയിട്ടായിരുന്നു. ഇടയ്ക്ക് നമസ്കാരം, എല്ലാവർക്കും സ്വാഗതം എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഒരു വോയിസും കൂടെ പ്രത്യേകിച്ച് കലാപം ഉണ്ടാവുമെന്ന് അറിയത്തില്ല. ക്ലിയർ ആയില്ല, എന്താ ഉദ്ദേശിച്ചത്? നമ്മളിവിടെ ഉറൂസ് നടക്കും എല്ലാ വർഷവും ഡിസംബറില്. അത് ഭയങ്കര ഒരു ഫെസ്റ്റിവല്ല നമ്മളിവിടെ നാട്ടുകാരെ. നിങ്ങളാണ് നടത്തുന്നത്? അല്ല, ഈ പള്ളി അവന്റെ പേര് പറഞ്ഞു പോയില്ലേ, മ്യൂട്ടടിക്കാനും ഒരു ലൈവല്ലേ. ഇത് ലൈവാണ്, കയ്യിന്ന് പോയി. വാവിട്ട വാക്കും ഒരു സാധനം ഇനി തിരിച്ചെടുക്കാൻ പറ്റില്ല. എല്ലാം ലൈവിലാണ്, എല്ലാം എയറിലാണ്. ഇസ്ലാമിനോടൊപ്പം പള്ളി കമ്മിറ്റിയിലെ ഒരാളാണ്. അല്ല, ഒരുപാട് അജ്മലുണ്ട്, അതുകൊണ്ട് കുഴപ്പമില്ല. ഓക്കെ. നമ്മളുടെ ഈ അടുത്ത ദിവസം മറ്റേ എയറിൽ പോയ അജ്മൽ, നടൻ അജ്മൽ, അതാണോ നിങ്ങൾ ഉദ്ദേശിച്ചത്? അജ്മൽ അജ്മൽ ഖാൻ അതായിരിക്കും. ഓക്കെ. ഈ പാട്ടിടുമ്പോഴത്തേക്കും നമ്മൾ നിങ്ങളുടെ റേഞ്ച് ഓഫ് മേഘാലയ ഇട്ടിട്ട് എല്ലാവർക്കും നിങ്ങളുടെ ഒരു വോയിസും കൂടെ കേട്ടിയ പണി കിട്ടോളില്ലെന്ന് അറിയാനോ? ശരി, പണി കിട്ടൂലല്ലോ. ഡൗട്ടാണ്. എന്താണ് ഞാൻ അയച്ചു തരേണ്ടതെന്ന് പറയൂ. അല്ല, അത് നമ്മൾ കട്ട് ചെയ്തെടുത്തോളാം. നിങ്ങൾ തുടങ്ങുമ്പോഴത്തേക്കും എല്ലാവർക്കും നമസ്കാരം, പുതിയ ലൈവിലോട്ട് സ്വാഗതം എന്ന് പറയുന്നത് പറയത്തില്ല. ഈ റെക്കോർഡ് ചെയ്തിട്ട് അയച്ചാരല്ലോ, നിങ്ങൾ എന്തിനാ വെറുതെ കഷ്ടപ്പെടുന്നത്? അപ്പൊ പിന്നെ അതും കൂടെ അയച്ചു തന്നാൽ ഇപ്പൊ തന്നെ എഴുതിയെടുക്കാം. ഉറൂസ് ഒരാശംസയായിട്ട് അങ്ങ് അയച്ചാൽ മതി. ഇത് എവിടെ സ്ഥലം? ഭീമാപള്ളി. ഭീമാപള്ളി. ഓക്കെ. ഭീമാപള്ളി ഉറൂസ്. എല്ലാവർക്കും ഉറൂസ് ആശംസ. എന്താണ് ഭീമാപള്ളി ഉറൂസ്? ഉറൂസ്. എല്ലാവർക്കും ഭീമാപള്ളി ഉറൂസ് ആശംസകൾ. ഹുസൈൻ തെരുവത്ത് എന്നും പറഞ്ഞ് ഇപ്പൊ തന്നെ ചെയ്യാം. ഞാൻ ഇതിലിപ്പോ പറഞ്ഞു വെക്കാം, നിങ്ങൾ ഇതിൽ നിന്ന് കട്ട് ചെയ്തെടുത്താൽ മതി. ജസ്റ്റ് എ സെക്കൻഡ്. ഇപ്പൊ ശരിയായി തന്നെ. ഇതൊക്കെ ഒരു വലിയ പാടാണ്. എവിടെ പാട്ട് മാറിപ്പോയി. ഇതാണോ വേണ്ടത് മ്യൂസിക്, നിങ്ങളുടെ ഫേവറേറ്റ്? അപ്പോൾ ദേ നമ്മൾ പറയാൻ പോവാണ്. ഓക്കെ. അപ്പൊ എന്താണ് ഭീമാപള്ളി ഉറൂസ്? ഭീമാപള്ളി ഉറൂസിന്റെ നമ്മൾ ഓണാശംസകൾ പറയുന്ന പോലെ പറഞ്ഞാൽ മതി. 2025. ഓക്കെ. എല്ലാവർക്കും നമസ്കാരം. ഭീമാപള്ളി ഉറൂസിൽ പങ്കെടുക്കാൻ വേണ്ടി വന്ന എല്ലാ മനുഷ്യന്മാർക്കും എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ഉറൂസ് ആശംസകൾ.
ആശംസ അർപ്പിച്ചിരിക്കുന്നത് നിങ്ങളുടെ ഏവരുടെയും പ്രിയപ്പെട്ട ആരിഫ് ഹുസൈൻ തെരുവത്ത്. എല്ലാവർക്കും ഒരിക്കൽ കൂടി ഉറൂസ് ആശംസകൾ. പോരെ, ഇനി നിങ്ങളായി നിങ്ങളെ പാടെ ഫയർഫോഴ്സിനെ വിളിക്കാൻ ഇല്ലല്ല, പോലീസ് എല്ലാം അല്ല. അങ്ങനെ ഇവിടെ അങ്ങനെ പ്രശ്നങ്ങളൊന്നും വരത്തില്ല. പക്ഷെ പണ്ടായിരുന്നു, ഇപ്പൊ അങ്ങനെയൊന്നും വരത്തില്ല. ഞങ്ങള് കഴിഞ്ഞ ഉറൂസിന് നിങ്ങളുടെ ഈ റെയിൻസ് ഓഫ് നാഗാലെ ഫുള്ള് നമ്മൾ അവിടെ പ്ലേ ചെയ്തു. ഓഹോ, ഇത്രയ്ക്ക് ഫാനാണോ അതിന്? എന്താണ് ഇത്രയ്ക്ക് ഫാൻസ് ആണോ അവിടെ അതിന്? പിന്നെ നിങ്ങൾ അറിയാത്ത ഇവിടെ ആരുണ്ട്? എല്ലാവർക്കും അറിയാം. അല്ല, ഈ റെയിൻസ് ഓഫ് മേഘാലയ എന്നെ അറിയാമെന്ന് എനിക്കറിയാം. പക്ഷേ അത് നിങ്ങൾ കാരണമാണ് ഫേമസ് ആയിരുന്നു. അതിന്റെ ക്രിയേറ്റർ ഉണ്ടെങ്കിൽ വല്ല കാശ് വല്ല വാങ്ങിക്കാറൊക്കെ. അത് ശരി. ക്രിയേറ്റർ പ്രത്യേകം എനിക്ക് ഇങ്ങോട്ട് തരണം. കാരണം മൂപ്പരുടെ ഒറിജിനൽ സാധനം കേട്ട ആരും ഇരിക്കൂല. ഞാനതൊന്ന് സ്ലോ ഡൗൺ ചെയ്ത് ഒരു ടെമ്പോ മാറ്റി പിടിച്ചു. അപ്പോഴാണ് ഈ സാധനം കിട്ടിയത്. ഓക്കെ ഓക്കെ, അതാണ് അതിന്റെ കളി. പിന്നെ പുള്ളിയുടെ ഒരു റിക്വസ്റ്റും കൂടെ ഉണ്ട് കേട്ടോ. അതവൻ കണ്ടോണ്ടിരിക്കുകയാണെന്ന് തോന്നുന്നു. നിങ്ങൾ എന്തോ പറഞ്ഞ ഒരു ലുട്ടാപ്പി റജീം അങ്ങനെ എന്തോ പറഞ്ഞൊരു സാധനം പറഞ്ഞു. ഓക്കെ, അത് എനിക്ക് തൃപ്തിയായി. അത് അല്ല, അവ ഇത് മൊത്തത്തിൽ കേട്ടിട്ടില്ല. അത് എന്തോ ഒരു സംഭവം ഉണ്ടാവും ചോദിച്ചിട്ട് പറയാമോ എന്ന് എന്റെ അടുത്തൊന്നും ചോദിച്ചു. നിങ്ങളുടെ ഈ മീശല്ലാത്ത താടി വെച്ച കൂട്ടുകാരൻ ചോദിച്ചാണോ? അതെ അതെ. ഈശ്വര, ഇവനാള് പുലിയാണല്ലോ. അപ്പൊ അവന് എപ്പോഴാ മീശ മുളയ്ക്കണെന്ന് ഒന്ന് നോക്കിയാൽ മതി. അതിന്റെ അർത്ഥം എന്താ? ഇപ്പൊ എന്റെ ചാറ്റോ അടിക്കുമ്പോന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അത് ഞാൻ അടിച്ചിട്ടുണ്ട്. അപ്പൊ അവർക്ക് സെറ്റ് ചെയ്യാന്ന് പറഞ്ഞു. അപ്പൊ ആരെങ്കിലും കണ്ടല്ലോ ഞമ്മളെ കുറുക്കിലടിക്കാം. ആളിപ്പോ ലൈവ് ഉണ്ടോ നിങ്ങളുടെ കൂടെ? ചാറ്റിലുണ്ടോ? കാണാൻ ചാൻസ് ഇല്ല. ഇല്ല. അല്ല, ഞാൻ ചോദിക്കുന്നത് പറഞ്ഞതല്ല. വിളിക്കണോ? വേണ്ട വേണ്ട വേണ്ട. ഞാൻ പറഞ്ഞത് നിങ്ങളുടെ ഈ മീശല്ലാത്ത താടി വെച്ച ചങ്ങാതി ഉണ്ടല്ലോ കൂട്ടുകാരൻ, അത് നേരത്തെ ആയിരുന്നു. ഇപ്പൊ മീശ താടി നേരത്തെ ഉണ്ട്. മീശ ഇപ്പൊ വന്നോണ്ടിരിക്കുക. യെസ്, മീശ വന്നാൽ നിങ്ങൾ രക്ഷപ്പെട്ടു. അവൻ രക്ഷപ്പെട്ടു എന്നാണ് അതിന്റെ അർത്ഥം. നേരത്തെ നമ്മളും പറഞ്ഞോണ്ട് നീ കറക്റ്റ് ആയി നമ്മൾ അങ്ങോട്ട് ചോദിക്കും. അവന്റെ താടി പോയി, ഇപ്പൊ മീശ വന്നു. അതല്ലേ ഇപ്പൊ ഉണ്ടായത്? അവന്റെ താടിയൊന്നും പോയിട്ടില്ല, മീശ വന്നു. മീശ വരുന്നുണ്ട്. താടി ഒരുമാതിരി മാറി. ഓക്കെ, ഇപ്പൊ ഒരു വൃത്തിയായി. ഇപ്പൊ ഒരു മെനയുണ്ട്. നേരത്തെ ഒരുമാതിരി പെണ്ണുങ്ങൾ അല്ലെങ്കിൽ രാവിലെയൊക്കെ പോകുമ്പോ ഒരുമാതിരി പെണ്ണുങ്ങൾ ഇട്ടോണ്ടിരിക്കുന്ന നൈറ്റി ഒക്കെ ഇട്ടോ. അത് ശരി, വൈറ്റ് കളർ. ഇപ്പൊ പാന്റ് ഷർട്ടൊക്കെ ആയി. നൈറ്റി ഒക്കെ ഇട്ടോണ്ട് നടക്കുന്നത്. ഇപ്പൊ നിക്കറൊക്കെ ഇട്ടോണ്ട് നടക്കുന്നത്. അപ്പൊ കുഴപ്പമില്ല. അവൻ രക്ഷപ്പെട്ടു. അവൻ രക്ഷപ്പെട്ടു. അവൻ രക്ഷപ്പെട്ട് ഞങ്ങള് പറഞ്ഞു കൊടുക്കും. നീ അൽക്കൊയ്തൊക്കെ IS ഉള്ളത് എന്ന് പറഞ്ഞാണ്. ഇപ്പൊ ആള് കിടിലായി. യെസ്. അപ്പൊ ഏതായാലും പുള്ളി നമ്മളുടെ ജീവിതം ധന്യമാക്കി. പുള്ളിക്ക് നമ്മളൊരു കയ്യടി കൊടുക്കാം. ഓക്കെ, മീശ ഇല്ലാതെ താടി വെച്ച് നടന്നിരുന്നവൻ നമ്മുടെ ചാനൽ കണ്ട് ഇപ്പോ മീശ വന്നു, നിക്കറിലും കയറി, നൈറ്റി ഒഴിവാക്കിയിട്ട്. ഇതാണ് നമ്മൾ അറിഞ്ഞിരിക്കുന്നത്. വളരെ സന്തോഷം. താങ്ക് യു. അപ്പൊ ഒരു ജിഹാദിയെ നമ്മൾ രക്ഷിച്ചിരിക്കുന്നു പ്രിയപ്പെട്ട കൂട്ടുകാരെ. ഒരാളെങ്കിലും മാറ്റിയിരുന്നെങ്കിൽ അത് നിങ്ങൾക്കുള്ള ഒരു ക്രെഡിറ്റ്. തീർച്ചയായിട്ടും. അതെ, മാറ്റം പറ്റത്തില്ലല്ലോ. ഒരാളെങ്കിലും കാര്യം നമ്മളെ പറഞ്ഞിട്ടേ ഇത് ഒരാളല്ല, ഇത് അടുത്ത ആള്. അങ്ങനെയാണ് ഞാൻ കണക്കാക്കാറ്. ഒരാൾ കൂടി. ഇപ്പൊ അവന്റെ അനിയനും ഇപ്പൊ അതിന്റെ കൂടെ ആയിപ്പോയി. കുഴപ്പമില്ല. അവനും മീശ വന്നോ? അവനും മീശ വന്നോ? അല്ലല്ല, ഇവരെല്ലാം ഈ രാവിലെ നമ്മൾ ഉറക്കൊഴിക്കുന്ന മുമ്പേ ഇവർക്ക് ഇങ്ങനെ രാവിലെ ഈ മറ്റേ വെള്ളയും ഇട്ട് മറ്റേ പ്രേതങ്ങൾ നടക്കുന്ന ആൾക്കാരായിരുന്നു. ഇപ്പൊ അതൊക്കെ മാറി. ഇപ്പൊ ഇപ്പൊ ലോജിസ്റ്റിക്സ് ഒക്കെ പഠിക്കാൻ പോകണോണ്ട് ഇപ്പം മൊത്തം ഇവിടുന്ന് എങ്ങനെയെങ്കിലും രക്ഷപ്പെടുന്നതാണ് അവരുടെ ഏറ്റവും വലിയൊരു കാര്യം. നാട്ടുകാരൊക്കെ സീനാണ്, മനസ്സിലായോ? നമ്മള് ജീവിക്കുന്ന സ്ഥലവും അങ്ങനെ ഒരു ഭയങ്കര കൺസിസ്റ്റഡായി ഭീമാപള്ളി. യെസ്. അപ്പൊ എന്തായാലും നമുക്ക് വലിയ സന്തോഷം. ഏതായാലും ഭീമാപള്ളിയിൽ ഉറൂസ് കാണാമെന്ന എല്ലാ ആളുകൾക്കും ഒരിക്കൽ കൂടി ഉറൂസ് ആശംസകൾ. ആരിഫ് ഹുസൈൻ തെരുവത്ത്, നിങ്ങളുടെ സ്വന്തം എക്സ് മുസ്ലിം. ഓക്കെ, ഇരിക്കട്ടെ. ആയിക്കോട്ടെ. ഓക്കെ, ബൈ ബൈ. സന്തോഷം. ബൈ. അങ്ങനെ ഒരുത്തനെ ഡിങ്ക വഴിയിൽ എത്തിച്ചപ്പോ സമാധാനായി. दिन का हैया free thinking
September